ഗ്രാമീണ ഭംഗിതൻ പച്ചിണപ്പൂവില പോർമുല കച്ചയിലെങ്ങാനും വൃശ്ചികക്കാറ്റൊന്നറിയാതൊന്ന് തൊട്ടാൽ പ്രക്ഷുബ്ധമായിടും കായൽ. തിരുനക്കര കരുണാകരന്റെ അതിമനോഹരമായിട്ടുള്ള റാണി എന്ന കവിതയിലെ വരികളാണ്. ഈ കായലും കടലൊക്കെ നമ്മൾ അതായത് മനുഷ്യനുണ്ടായ കാലം തൊട്ടേ അതിന്റെ ഫാന്റസിയൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കണക്റ്റഡായിട്ട് കിടക്കുന്ന ഒന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ ദൈവിക പരിവേഷം ആ കായലിന് കൊടുത്താലും കടലിന് കൊടുത്താലും നമ്മളൊക്കെ അത് വിശ്വസിച്ച് പോകുന്ന സമയങ്ങളുണ്ട്. അത് രക്ഷിക്കാനാണെന്നുണ്ടെങ്കിലും ശിക്ഷിക്കാനാണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ ഈ കായലിനോട് അല്ലെങ്കിൽ കടലിനോട് അതിമനോഹരമായിട്ട് അതിനോട് ചേർന്ന് കിടന്ന് കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാൻ ആദം ജമർ. വെൽക്കം ടു മൈ വേൾഡ്. 2016 പുറത്തിറങ്ങിയിട്ടുള്ള ദ റെഡ് ടർട്ടിൽ എന്നൊരു ആനിമേഷൻ മൂവിയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ആനിമേഷൻ മൂവിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒരു ആനിമേഷൻ മൂവിയിൽ ഒരു ലൈഫ്, അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫ് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ നമുക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഡച്ച് ആനിമേറ്ററും കഥാകൃത്തൊക്കെ ആയിട്ടുള്ള മീക്കായേൽ ഡ്യൂഡോക്ക്, അദ്ദേഹമാണ് ഇതിൻ്റെ സംവിധായകൻ. എന്തുകൊണ്ടോ ആനിമേറ്റർ ആയതിൻ്റെ പേരിലായിരിക്കാം വളരെ വളരെ ടച്ചിങ് ആയിട്ട് തന്നെ അദ്ദേഹം അതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഈ ഒരു സിനിമയിൽ ഇമോഷൻസ് മാത്രമാണ് അതിൽ കാണിക്കുന്നത്. ഓരോ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് മാത്രം. ഈ ഇമോഷൻസിനെ ക്യാരി ചെയ്തുകൊണ്ട് നമ്മൾ ഒരു തരത്തിൽ പോലും ബോറടിപ്പിക്കാതെ ആ മൂവി കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ അതിന് പങ്കുവച്ചിരിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. IFMCയിൽ ആദ്യമായിട്ട് ഒരു ആനിമേഷൻ മൂവിക്ക് ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ദ റെഡ് ടർട്ടിലിനാണ്. നമ്മൾ ഈ സിനിമയുടെ കഥയിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് അപകടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കടലിൽ ആരുമില്ലാത്ത ഒരു ദ്വീപിൽ വന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീന്തി കയറുക. ആ ദ്വീപിൽ അദ്ദേഹം വന്നു ചേരുമ്പോൾ ഒരു മൃഗമില്ല, ഒരു മനുഷ്യനില്ല, ഒന്നുമില്ല, അയാൾ മാത്രം. അതായത് ഒരു മനുഷ്യൻ പുറം ലോകത്ത് നിന്ന്, അതായത് ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അവർക്കുണ്ടാകാവുന്ന എല്ലാ മാനസിക പ്രശ്നങ്ങളും അദ്ദേഹത്തിന് അവിടെ വെച്ച് വരുന്നുണ്ട്. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുക, അതായത് അദ്ദേഹത്തിന് രക്ഷിക്കാൻ വേണ്ടി ആരോ വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുണ്ട് പാലം താനെ പൊട്ടിമുളച്ച് വരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഡ്രീംസ് അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷെ എഴുന്നേറ്റ് വരുമ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് അവിടെ, അപ്പോഴും അദ്ദേഹം ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുന്നത്, ആരും എന്നെ രക്ഷിക്കാൻ വരില്ല, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അവിടെ പോകണം, അല്ലെങ്കിൽ ഈ ദ്വീപിൽ നിന്ന് പുറത്തോട്ട് പോകണം. അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കുകയാണ്. അവിടെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്ത് അത് കൂട്ടിക്കെട്ടിങ്ങായിട്ട് ഒരു ബോട്ട് ഉണ്ടാക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത്. ഈ ബോട്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ കയറി രക്ഷപ്പെടാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ. അത് ഈ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അത് അദ്ദേഹം കയറി തുഴഞ്ഞ് കുറച്ച് ദൂരം പോകുമ്പോഴേക്കും അദ്ദേഹം ഏതോ ഒരു ജീവി അദ്ദേഹത്തിനെ ആക്രമിച്ച് അദ്ദേഹം ആ ബോട്ട് തകർന്ന് വീണ്ടും കഷ്ടപ്പെട്ട് നീന്തി കരയിലേക്ക് വരുവാണ്. അവിടുന്ന് വീണ്ടും അദ്ദേഹം അതേപോലെ തന്നെ കുറച്ചുകൂടെ വലിയ മരങ്ങളൊക്കെ കെട്ടിവെച്ചുകൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ കയറി വീണ്ടും രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു 2-3 തവണ അദ്ദേഹം അതേപോലെ ബോട്ട് ഉണ്ടാക്കി കടലിലേക്ക് പോയി. അപ്പോഴൊക്കെ ഈ ഒരു ജീവി വന്ന് ആ ഒരു ബോട്ട് തകർത്ത് കളയാണ്. അതിനുശേഷം അദ്ദേഹം അദ്ദേഹം ശ്രദ്ധിച്ചു അത് എന്താണ് ജീവിയൊക്കെ ഉള്ളത് അദ്ദേഹം നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു റെഡ് കളറിലുള്ള, ഒരു ചുവന്ന കളറിലുള്ള ഒരു ആമയാണ് ഇദ്ദേഹത്തിൻ്റെ ബോട്ടൊക്കെ തകർത്ത് കളയുന്നത്. അതൊരു വലിയൊരു ആമയാണത്. ഈ ആമയെ എന്ത് ചെയ്യാം എന്നാണ് പിന്നെ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ആമയ്ക്കുള്ള വലിപ്പമല്ല അതിനുള്ളത്, കുറച്ചുകൂടെ വലുതാണ്. അതുകൊണ്ടാണ് അതിന് ഒന്നുകൊണ്ട് ഈ ബോട്ട് തകർക്കാനായിട്ട് പറ്റുന്നത്. അദ്ദേഹം ഈ ആമയെ കൊല്ലാതെ ഒരിക്കലും ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ആമയെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിച്ചു തുടങ്ങി. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം കാലത്ത് നോക്കുമ്പോൾ ഈ ദ്വീപിൽ ഈ ആമ ഒരു മൃതപ്രായനായിട്ട് വന്ന് കിടക്കുക, അതായത് ചാവാനായ പോലെ വന്ന് കിടക്കുക. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു വടിയൊക്കെ ഒടിച്ചെടുത്തുകൊണ്ട് ഈ ആമയെ അടിക്കാൻ തുടങ്ങി. ആമയെ അടിച്ചടിച്ച് ആമ ഇപ്പോൾ മരിക്കുന്ന അവസ്ഥയാവുമ്പോൾ അതിൻ്റെ ഒരു കണ്ണുകളൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വിഷമം തോന്നുകയാണ്. കൊല്ലണ്ട എന്നൊരു തോന്നൽ വന്ന് അദ്ദേഹം ഈ ആമയെ പിന്നീട് രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു 2-3 ദിവസം അദ്ദേഹം അതിനെ ശുശ്രൂഷിക്കാൻ തുടങ്ങുന്നുണ്ട്. വരുന്നതൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം കാലത്ത് വരുമ്പോൾ ഈ ആമ ചത്തുപോയി ആമ. പക്ഷേ ആ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം കാണുകയാണ് ഈ ആമയുടെ ഈ തോടിൻ്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി, അതായത് ഒരു സ്ത്രീ ആയിട്ട് മാറിയിരിക്കുന്ന ഈ ആമ. അവിടെ നിന്നാണ് ശരിക്കും ഈ ദ റെഡ് ടർട്ടിൽ എന്ന മൂവിയുടെ കഥ ആരംഭിക്കുന്നത്. ആ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാവുകയും
അവരുമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു മൂവിയുടെ കഥ. ഇതിനപ്പുറം നിങ്ങൾ കണ്ടു തന്നെ അനുഭവിക്കേണ്ട ഒന്നാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫ് എത്രത്തോളം മനോഹരമായിട്ട് കാണിക്കാൻ പറ്റും. അത് പുറം ലോകത്തല്ല, അവർ മാത്രമുള്ള ഒരു ലോകത്ത് എന്തൊക്കെയായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുക, എന്തൊക്കെയായിരിക്കും അനുഭവിക്കാൻ പറ്റുക വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുള്ള മൂവിയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ ഒരു ഡയലോഗ് ഇല്ല എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ പ്രണയം ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. നിങ്ങൾ ആ മൂവി പോയി കാണുക. ഞാൻ ആദ്യമേ പറയുന്ന പോലെ ഞാനൊരു റിവ്യൂവർ അല്ല, റിവ്യൂ പറയുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമല്ല. ജസ്റ്റ് റിവൈൻഡ്, അത് പോയ കാലത്തിലുള്ള സ്മരണകൾ അല്ലെങ്കിൽ ഓർമ്മകൾ അയവറുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഫീൽ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂവി കാണുക, അനുഭവിക്കുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മൂവീസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്നോട് പറയണം തോന്നിയിട്ടുള്ള മൂവീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അത് കാണാനായിട്ടുള്ള ഒരു ഹെൽപ്പായിരിക്കും. കാരണം ഞാൻ കണ്ട മൂവീസ് ആയിരിക്കും നിങ്ങൾ കണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്കും അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത തവണ ഒരു വ്യത്യസ്തമായിട്ടൊരു മൂവിയായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.